ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. അതായത് മുന്നേ പറഞ്ഞിരുന്നു 3 രീതിയിലുള്ള കർമ്മങ്ങളുണ്ട് എന്ന്. പുണ്യകർമ്മം, പാപകർമ്മം, മിശ്രമാകുന്ന പുണ്യവും പാപവും ചേരുന്ന മിശ്രമായ കർമ്മങ്ങൾ. ഇങ്ങനെ 3 രീതിയിൽ കർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ രീതിയിലും ഉള്ള ആൾക്കാർ എങ്ങനെയാണെന്നും പറഞ്ഞു, കർമ്മങ്ങൾ എങ്ങനെയാണെന്നും പറഞ്ഞു. 3 ജാതിയിലും നിരൂപിച്ച് കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. അതായത് ഈ 3 കർമ്മങ്ങൾ കൊണ്ടും ജീവനെ തളച്ചിടുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു 3 രീതിയിൽ തന്നെയാണ് ജീവനെ തളച്ചിടുന്നതെന്നാണ്. അതൊരു ചങ്ങലയോട് സാദൃശ്യപ്പെടുത്തിയാണ് അതിൻ്റെ അടുത്ത വരികളിൽ പറയുന്നത്. ഇപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, ഈ പുണ്യകർമ്മങ്ങൾ എങ്ങനെ ചങ്ങലയോട് ബന്ധപ്പെടുത്തുന്നു എന്ന്. അത് വേറൊന്നുമല്ല, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു തോന്നലുണ്ടാകും, ഞാൻ പുണ്യകർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന്. അതിലൂടെ ചെറിയ രീതിയിലെങ്കിലും ഒരു അഹങ്കാരം അവരിൽ ഉണ്ടാകുവാൻ ഇടവരുന്നു എന്നും അതാണ് പൊന്നിൻ ചങ്ങലയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇരുമ്പു ചങ്ങല. ഇരുമ്പു ചങ്ങലയെ വിശേഷിപ്പിക്കുന്നത് പാപകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നവർക്കാണ് ഇരുമ്പു ചങ്ങലയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ മിശ്രമായ കർമ്മങ്ങൾ, അതായത് പുണ്യവും പാപവും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇത് രണ്ടും കൊണ്ടും പണിത ചങ്ങലയാണ് അവർക്കുള്ള ചങ്ങല. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൊന്നുകൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും ഇത് രണ്ടും കൂടി ചേർന്ന ചങ്ങലയാണെങ്കിലും ബന്ധനം തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.